ഇന്ന് ഞാൻ എൻ്റെ ഡെയിലി ലൈഫ് വ്ലോഗ് തുടങ്ങാൻ പോകണം. ഇന്ന് ഞാൻ പനി പിടിച്ച് കിടക്കാൻ കേട്ടോ. എനിക്ക് 103 ഡിഗ്രി പനി ഇന്നലെ ഉണ്ടായിരുന്നു. അടുത്തുള്ള ചാർവാകം ഹോസ്പിറ്റലിൽ പോയി 1 മണിക്കൂർ കിടന്നു. ഗ്ലൂക്കോസ് കയറ്റി മരുന്നൊക്കെ തന്നു. അപ്പോൾ പനി ഇത്തിരി കുറവുണ്ടായിരുന്നു. രാത്രി ഇത്തിരി നല്ലോണം ഞാൻ കിടന്ന് ഉറങ്ങി. പക്ഷേ അതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. എനിക്ക് പനി പിടിച്ചപ്പോൾ എൻ്റെ വീട് ഇത്രയും കുരുത്തം കെട്ട് കിടക്കുന്നത് കാണുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ എനിക്ക് വയ്യ, ആരോഗ്യമില്ല എണീച്ച് പണിയെടുക്കാൻ. കാരണം അല്ലെങ്കിൽ രാവിലെ എണീച്ച് ഞാൻ എൻ്റെ ആദ്യത്തെ പണി ചെയ്യുക ഞാൻ എൻ്റെ വീട് റീഅറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം കുട്ടികളും വലിയവരും എല്ലാവരും പെരുമാറുന്ന വീടായതുകൊണ്ട് അത് കേപ്പബിളായിട്ട് വെക്കാൻ വേണ്ടി അവിടുത്തെ ഒരു കുടുംബിനിക്ക് തന്നെ അത് പറ്റുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മറ്റുള്ളവർക്ക് അറിയില്ല ഇത് എവിടെ വെച്ചിരിക്കണം അത് എവിടെ വെച്ചിരിക്കണം എന്നുള്ള സംശയങ്ങളും. പിന്നെ നമ്മുടെ വീട് കൈകാര്യം ചെയ്യാൻ നമുക്ക് തന്നെ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് അത് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ എനിക്കാണോ പനി വന്നത് വീടിനാണോ പനി വന്നത് എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. എൻ്റെ വീടിൻ്റെ ഈ ശോചനീയമായ അവസ്ഥ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ പനി വേഗം മാറി എൻ്റെ വീടിനെയൊക്കെ സുന്ദരി കുട്ടിയാക്കി വെച്ച് അടുക്കളയിൽ കിടന്ന് ഓടിച്ചാടി പണിയെടുക്കണം എന്നൊക്കെ. പക്ഷെ അപ്പം അതിനുള്ള കേപ്പബിലിറ്റി എനിക്കില്ല. ഞാൻ മിണ്ടാണ്ട് കിടക്കുകയാണ്. പിന്നെ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒരാളോട് പറയുമ്പോൾ അത് കുറയും, സന്തോഷങ്ങൾ ഒരാളോട് പറയുമ്പോൾ അത് ഇരട്ടിക്കുന്നുള്ളതാണ് പണ്ടുള്ളവർ പറയുക. അപ്പോൾ അത് ശരിയല്ലേ എന്ന് എനിക്കും തോന്നി. നന്ദുവിൻ്റെ ഉപദേശവും എൻ്റെ ഈ ചിന്താഗതിയും കൂടി ആയപ്പോഴാണ് ഞാനൊരു വ്ലോഗ് തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും നന്നായി. ഇപ്പം ചെന്നൈയിൽ നിന്ന് ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി അമ്മയ്ക്ക് കൂട്ടുകിടക്കാനായിട്ട് അമ്മയുടെ കൂടെ പോയി കിടന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ മറ്റേ റൂമിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയും ചേച്ചിയും കൂടെ ഇവിടെ സംസാരിക്കുന്നതൊക്കെ ഇവിടെ കിടിലമായിട്ട് കേൾക്കാം. തൽക്കാലം ഞാൻ എന്താ പറയുക, അമ്മയൊന്ന് കേൾക്കാനും പറയാനും ഞാൻ അമ്മയുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ചേച്ചി ഇപ്പോൾ അത് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ റെസ്റ്റ് എടുത്ത് ഞാൻ മിണ്ടാണ്ട് കിടക്കുകയാണ്. വയസ്സായവർക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, കാരണം അവരുടെ ചിന്താഗതികൾ ഷെയർ ചെയ്യുന്ന ഒരാൾ വേണം. അപ്പോഴാണ് അവർ നല്ലതായിട്ടുള്ളൂ. അമ്മയ്ക്കും ലേശം പനിയുടെ ഒരു തുടക്കമുണ്ട്, അതുകൊണ്ട് അമ്മയും കിടപ്പിലാണ്. ചേച്ചി ഇപ്പോൾ തൽക്കാലം കമ്പനി കൊടുക്കാൻ അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു സുനിത പറഞ്ഞിട്ടൊരു ഒരു സഹായിയുണ്ട്. അവർ നല്ല രീതിയിലെല്ലാം ചെയ്തോളും. അപ്പോൾ അവരോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് 2-3 ദിവസത്തേക്ക് ചെയ്യാൻ വേണ്ടി. അവർ വന്ന് ചെയ്യാമെന്നൊരു ധൈര്യത്തിലിരിക്കുന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്തിരി പനി കുറവുണ്ട്. ഏതായാലും കുറച്ച് ഉപ്പുവെള്ളമൊക്കെ ഗാർഗിൾ ചെയ്ത് നാളെ രാവിലെ മാറി ഞാൻ വീണ്ടും എൻ്റെ പരിപാടിയിലേക്ക് കടക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു.